24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന് മലപ്പുറം ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയം അതിഥികളെ വരവേൽക്കാൻ തയ്യാറായി. രാവിലെ 9 മണിക്ക് SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളെ ആദരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് പ്രേക്ഷക സമ്മേളനം. 24ന്റെ അവതാരകരും തിരൂരിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് തിരൂരിൽ നിന്ന്. ഷഹദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ മലപ്പുറത്ത് ആദ്യ ജില്ലാ സമ്മേളനം നടക്കുകയാണ് 24ന്റെ. ഏതൊക്കെ തരത്തിലാണ് ഒരുക്കങ്ങൾ? ഒപ്പം എത്രത്തോളം ആളുകളുടെ പങ്കാളിത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? എന്തൊക്കെയാണ് പ്രേക്ഷകർക്കായി നമ്മൾ ഒരുക്കുന്നത്? ഷഹദിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന് മലപ്പുറം ഒരുങ്ങുന്നത്. തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിൽ അതിഥികളെ വരവേൽക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളെ ആദരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് പ്രേക്ഷക സമ്മേളനം. 6 മണി വരെയാണ് പ്രേക്ഷക സമ്മേളനം. പ്രേക്ഷകർക്കായി നിരവധി വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 24ന്റെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 24ന്റെ അവതാരകരും തിരൂരിൽ എത്തിയിട്ടുണ്ട്. അവതാരകരുമായി സംവദിക്കാം. ഒപ്പം തന്നെ ഫ്ലവേഴ്സ് TV-യിൽ പ്രത്യേക ഷോകൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാരുടെ വിരുന്നുണ്ടാകും. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, ഗുഡ് മോർണിംഗ്. ഞാൻ ചോദിച്ചത് ഷഹദ് കേട്ടിരുന്നോ? നമ്മുടെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ഒപ്പം പ്രേക്ഷകർക്കായി ഏതൊക്കെ തരത്തിലുള്ള പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്? എന്തൊക്കെയാണ് തിരൂരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? പ്രവിത, അങ്ങനെ നമ്മുടെ പ്രേക്ഷകരുടെ ഉത്സവത്തിന് കൊടിയേറാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വേണം പറയാൻ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മലപ്പുറത്തുള്ള തിരൂരിലാണ്. തിരൂർ ബിയാൻകോ ഓഡിറ്റോറിയത്തിന് മുൻപിലാണ്. ഇവിടെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന് മണിക്കൂറുകൾക്കകം തിരിതെളിയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സമ്മേളനം അത് വലിയ രീതിയിൽ നമ്മൾ കൊണ്ടാടിയിട്ടുള്ളതാണ്. വലിയ രീതിയിൽ പ്രേക്ഷക പ്രശംസയൊക്കെ പിടിച്ചു പറ്റിയ ഒരു പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടിക്ക് പുറകെയാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ടാണ് പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്, അല്ലെങ്കിൽ തിരിതെളിയുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ SKന്റെ മോർണിംഗ് ഷോ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് വാർത്താ ബുള്ളറ്റിനായിട്ടുള്ള മോർണിംഗ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. 7 മണിയോടുകൂടി SKN തുഞ്ചൻ പറമ്പിൽ നിന്നും മോർണിംഗ് ഷോയ്ക്ക് തുടക്കം കുറിക്കും. പിന്നീട് 9 മണിയോടുകൂടി നമ്മുടെ ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ബിയാൻകോ ഓഡിറ്റോറിയത്തിലേക്ക് വരും. ഇവിടെയാണ് നമ്മുടെ SSLC-യിൽ, അതായത് ഉന്നത വിജയം നേടിയ അല്ലെങ്കിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്ക് നമ്മൾ അനുമോദനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങായിരിക്കും ആദ്യഘട്ടത്തിൽ, ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ടത്തിൽ അതായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും സംഘടിപ്പിക്കുക. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ഒരു സ്വപ്ന ദിവസം, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ആ ഒരു സ്വപ്ന ദിവസം, പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം, അതിന് അല്പസമയത്തിനകം തിരിതെളിയും. അതായത് മോർണിംഗ് ഷോ ഇന്ന് ആരംഭിക്കുന്നത് പ്രത്യേക മോർണിംഗ് ഷോ ആണ്. അതുകൊണ്ട് തന്നെ മോർണിംഗ് ഷോയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്നാണ് മോർണിംഗ് ഷോ ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ തിരൂർ സ്റ്റേഡിയത്തിലേക്ക് പോകും. അവിടെ നമ്മളെ കാണാനായിട്ട് നിരവധി പേരാണ് കാത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തിരൂർ മാർക്കറ്റിലേക്ക് പോകും. അവിടെയും നമ്മളെ കാത്ത നിരവധി പേര് തയ്യാറായി നിൽക്കുന്നുണ്ട്. തുടർന്നാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരിക. അതുപോലെ തന്നെ നമ്മുടെ അവതാരകരായിട്ടുള്ള അനുജ, അതുപോലെ തന്നെ ഹാഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ട്. അവിടെ പ്രേക്ഷകരുമായിട്ട് സംവദിക്കും. തുടർന്ന് ഈ 9 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. 9 മണിയോടുകൂടി എത്തിച്ചേരും. 9 മണിക്കാണ് നമ്മൾ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള അനുമോദനം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പ്രവിത അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സിലെ താരങ്ങളുടെ കലാപരിപാടികളുണ്ട്, പാട്ടുണ്ട്, അതുപോലെ തന്നെ ഡാൻസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. അങ്ങനെ ഇതിനൊക്കെ പുറമെ തന്നെ ഒരുപാട് സർപ്രൈസുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന പ്രേക്ഷകർക്ക്, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെയായിട്ട് ഒരുപാട് സർപ്രൈസുകൾ നമ്മൾ ഈ ഒരു വരാൻ പോകുന്ന മണിക്കൂറുകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസ്ഥാന സമ്മേളനം നമ്മൾ എങ്ങനെ കൊണ്ടാടിയോ അതിനേക്കാൾ മുകളിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ആവേശത്തിലാണ് നമ്മൾ ജില്ലാ സമ്മേളനം കൊണ്ടാടാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇനി നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അല്പസമയത്തിനകം തന്നെ ഈ SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള ആദരം ഉൾപ്പെടെയുള്ള പരിപാടികൾ ആരംഭിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കും. രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും ഇതിനോടകം തന്നെ നമ്മൾ വിളിച്ച് കൺഫേം ചെയ്ത് വരാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും സമയവും ഒക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ ഷോ ഡയറക്ടറായിട്ടുള്ള ഉണ്ണി
ഉണ്ണികൃഷ്ണൻ ഇവിടെയുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഷോ ഡയറക്ടർ. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും നമ്മുടെ ഈ കഴിഞ്ഞ അടുത്ത മണിക്കൂറുകൾ പരിപാടി നടക്കുക. ഉണ്ണിച്ചേട്ടാ, അപ്പം നമ്മുടെ ആ ഒരു നിമിഷത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ആ ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ നിൽക്കുമ്പോൾ പറയാനുള്ളത്? ഇല്ല, ഭയങ്കര നല്ല രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വന്നിട്ട് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. പിന്നെ നമ്മൾ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഓക്കെ ആക്കിയിട്ടാണ് നമ്മളിവിടുന്ന് പോയത്. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ആദ്യം വരും. അപ്പോൾ SLC കുട്ടികൾക്കുള്ള ആദരവാണ് നമ്മൾ ആദ്യം നൽകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 2 മണിക്കാണ് നമ്മൾ ജില്ലാ സമ്മേളനം ആരംഭിക്കുക. ഒരുപാട് സർപ്രൈസുകളുണ്ട്. അവർക്ക് വരുന്ന എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്ത് വിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് മനസ്സും കയ്യും നിറഞ്ഞ് പോകാൻ പറ്റും. ആ രീതിയിലുള്ള സംവിധാനമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് പ്രവിത. അതായത് മനസ്സും കൈയും ഒരുപോലെ നിറഞ്ഞിട്ട് നമ്മുടെ ഈ ജില്ലാ സമ്മേളനത്തിൽ നിന്നും അവർക്ക് പോകാം, അല്ലെങ്കിൽ കുറെ കൂടി നമ്മളുമായിട്ട് അടുക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. അല്പസമയത്തിനകം SKൻ്റെ പ്രത്യേക മോർണിംഗ് ഷോ തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്നും ആരംഭിക്കും. ശരി ഷഹദ്, എന്തായാലും പ്രേക്ഷക സമ്മേളനം അടിച്ചു പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ് 24 ടീം. എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഇവിടേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. 24ൻ്റെ കരുത്ത് എന്നും നിങ്ങൾ പ്രേക്ഷകരാണ്. അപ്പോൾ തിരൂർ B&Co ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്.